നമസ്കാരം. മിസ്റ്റർ അബ്ദുസ്സലാം, ജബൽ അബ്ദുസ്സലാം. ഞങ്ങൾ ഒരു 3 വർഷമായി ഉണ്ടാവും പരിചയപ്പെട്ടിട്ടല്ലേ. അന്ന് നമുക്ക് വളരെ പ്രതീക്ഷയുള്ള കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന സ്വപ്നവുമായിട്ട് നടക്കുന്ന വളരെ ഊർജ്ജസ്വലനായ, ഇതിനേക്കാളെ കുറച്ച് ഗ്ലാമർ ഉണ്ടായിരുന്നു അന്ന്, വളരെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കാണുന്നത് 3 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞു, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എൻ്റേതായിരിക്കും, ഞാൻ ആ പ്രപ്പോസൽ കൊടുത്തു എന്നൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇപ്പോഴും അതിന് എന്താണ് അതിന് സംഭവിച്ചത്? ഇന്ന് വരെ അതിൻ്റെ ഒരു പുക വന്നാൽ തുടങ്ങിയില്ല. നമ്മൾ പറയും മറ്റേ ഇവിടെ പോപ്പിൻ്റെ അവിടെ പിന്നെ കറുത്ത പുക വെളുത്ത പുകയൊക്കെ പൊങ്ങാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഒരു പുക പൊങ്ങാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്താണ് അതിന് സംഭവിച്ചത്? അത് ചോദ്യം വളരെ ഷോർട്ടായിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ വലിയ ഒരു മറുപടി തരേണ്ട ഒരു ചോദ്യമാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസിയായ എന്നെ സംബന്ധിച്ച് 25 വർഷത്തോളമായി ഗൾഫിൽ. അപ്പോൾ 25 വർഷമാകുമ്പോഴെങ്കിലും നാട്ടിൽ വന്നിട്ട് ഒരു സംരംഭം തുടങ്ങണം. അതൊരു പ്രവാസി പുനരധിവാസ സംരംഭമാണെന്നൊരു മോഹം ഉണ്ടായിരുന്നു. കാരണം അവിടെ വിവിധ സാംസ്കാരിക സാമൂഹിക മേഖലകളിലൊക്കെ നമ്മൾ പല പദ്ധതികളും പങ്കെടുക്കാറുണ്ട്, സെമിനാറുകളൊക്കെ. അപ്പം അതിൽ നിന്നെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പ്രവാസി തിരിച്ചു പോകുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളത്. അപ്പോൾ ഒരു പ്രവാസി പുനരധിവാസ പദ്ധതി എന്ത് ചെയ്യാമെന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഒരു PI സ്കീം എൻ്റെ കയ്യിൽ വരുന്നത്. അത് കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്ര ജനറൽ മാനേജർ നജീബ് സാറായിരുന്നു അന്ന്. അദ്ദേഹം എനിക്ക് ആ PI സ്കീം അയച്ചു തരികയും ഞാൻ ഗവൺമെൻറ്റുമായിട്ട് കോർഡിനേഷൻ ആരംഭിക്കുകയും ചെയ്യുക ചെയ്തു. അപ്പോൾ അന്ന് അതിൻ്റെ മാനദണ്ഡമായിട്ട് പറഞ്ഞത് മിനിമം 25 ഏക്കർ വേണം ഭൂമി, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതിന് മുമ്പ് 50 ഏക്കറായിരുന്നു പദ്ധതി തുടങ്ങുന്നത്. 50 ഏക്കറുമായിട്ടാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് ഈ പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അല്ലേ? അതായത് എൻ്റെ കയ്യിൽ കിട്ടുന്നത് 2017 25 ഏക്കറാക്കി ചുരുക്കിയിട്ടുള്ള ഒരു ഓർഡിനൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുമ്പുള്ള ഒരു ഗവൺമെന്റ് 50 ഏക്കറായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, 50 ഏക്കർ അത് കറക്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. 50 ഏക്കർ ഉള്ള ഒരാൾക്ക് സ്വകാര്യ വ്യവസായ പാർക്ക് കൊണ്ടുവരാം. പക്ഷെ അത് പിണറായി സർക്കാർ വന്നതിന് ശേഷം അവർക്ക് അതിൻ്റെ ഒരു വയബിലിറ്റി മനസ്സിലായി. 50 ഏക്കർ ഉണ്ടാവില്ല ആരുടെ കയ്യിലും. അങ്ങനെ 25 ഏക്കറാക്കി ചുരുക്കി. 25 ഏക്കറാക്കി ചുരുക്കിയ PI സ്കീമാണ്, അതായത് ജിയോ നമ്പർ 47. ഇതാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ 25 ഏക്കർ ഭൂമി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 15 ഏക്കറിൽ കൂടുതൽ ഭൂമി ഒരാൾക്ക് കൈവശം വെക്കാൻ പാടില്ല. ആ ഒരു നിയമം നിലവിലുണ്ട്. 15 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ട് എങ്കിൽ അത് സ്വാഭാവികമായിട്ടും തോട്ടഭൂമിയായിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇതിൽ കൺസിഡർ ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ അന്വേഷണമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത്, അന്ന് ഇത് കിൻഫ്രയാണ് മോണിറ്റർ ചെയ്യുന്നത്, കിൻഫ്ര ജനറൽ മാനേജർ സുനിൽ ഗോപിനാഥ് സാറുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, യെസ് 25 ഏക്കർ വേണം, ഇതുവരെ ആപ്ലിക്കേഷൻ വന്നിട്ടില്ല, അബ്ദുസ്സലാം എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുക. തോട്ടഭൂമിയല്ലേ സാറേ കിട്ടുകയുള്ളൂ, തോട്ടഭൂമിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നോ പ്രോബ്ലം, തോട്ടഭൂമി നിങ്ങൾ കൊടുത്തേക്കുക, ഞങ്ങളത് ഗവൺമെൻറ്റുമായി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള അനുമതി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ഇത് അടിസ്ഥാനത്തിൽ 25 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. ആകെ ആ സമയത്ത് ഉണ്ടായിരുന്ന 14 ഏക്കർ ഭൂമിയാണ്. നമ്മൾ തൊട്ടടുത്തുള്ള ഭൂമി മേടിച്ചു, 20 ഏക്കറാക്കി. 13 ഏക്കർ എൻ്റെ ഒരു സുഹൃത്ത് ജോർജ് മാത്യു അമേരിക്കയിൽ സെറ്റിൽഡായ 33 ഏക്കർ, അങ്ങനെ 33 ഏക്കർ, 20 ഏക്കർ എൻ്റെതും 13 ഏക്കർ ലീസിനും എടുത്തുകൊണ്ട് 33 ഏക്കറിൽ സ്വകാര്യ വ്യവസായ പാർക്കിന് കേരളത്തിലെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഞാൻ സബ്മിറ്റ് ചെയ്തു. ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്ഥലം, വളരെ മനോഹരമായ ഒരു സ്ഥലം. കക്കാടം പോയില് ടൂറിസത്തിന് വളരെ സാധ്യതയുള്ള ഒരു സ്ഥലമാണത്. വളരെ വെച്ചാൽ അത് ഇപ്പോഴും എനിക്ക് ആ ഓർമ്മയുണ്ട്. നിങ്ങൾ ആ സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വല്ലാതായിരുന്നു. അതിന് ഫ്രണ്ടേജ് ഉണ്ട്, റോഡ് ഫ്രണ്ടേജ് ഉണ്ട്, ഭയങ്കര അതിന് ചുറ്റിനും വെള്ള സമൃദ്ധമാണ്, തോടുണ്ട്. അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അങ്ങനെ ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു, കിൻഫ്ര സ്വീകരിച്ചു തിരുവനന്തപുരത്ത്. അവർ പെട്ടെന്ന് തന്നെ കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് അതിനുള്ള കോർഡിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി, അന്നത്തെ സെലക്ഷൻ കമ്മിറ്റിയായിട്ട് KSIDC, സിഡ്കോ, DIC, കിൻഫ്ര 4 ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്തു. ആ സൈറ്റ് വിസിറ്റ് ചെയ്തത് DICയുടെ ജനറൽ മാനേജർ എന്ത് ചെയ്തു, ജില്ലാ കലക്ടർ, കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തു. ജില്ലാ കലക്ടർ അത് തിരുവനന്തപുരത്തേക്ക് വ്യവസായ വകുപ്പിന് അയച്ചു. തിരുവനന്തപുരത്ത് വ്യവസായ വകുപ്പ് അതിൽ വിദഗ്ധ സമിതി ചേർന്നിട്ട് ഇങ്ങനെയൊരു പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ട്, ഭൂമി ഉതകുന്ന ഭൂമിയാണ്, എന്തുകൊണ്ടും ഇത്തരം ഒരു സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വരേണ്ടതുണ്ട് എന്ന് ഗവൺമെൻറ്റിനെ വിവരം അറിയിച്ചു. അന്ന് മുഖ്യമന്ത്രി ചെയർമാനായിട്ടും
വ്യവസായ മന്ത്രിയും റവന്യൂ മന്ത്രിയും കൂടി ചേർന്നുകൊണ്ട് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. ഇവർ ഗവൺമെൻറ്റിൽ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 2021 ഫെബ്രുവരി 2 ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഒരു വർഷത്തിന് ശേഷം കേരളത്തിൽ സ്വകാര്യ വ്യവസായ പാർക്ക് വരുന്നു, ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വരുന്നു എന്ന് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം ഉണ്ടായി. അങ്ങനെ കേരളത്തിൽ സ്വകാര്യ വ്യവസായ പാർക്കിൻ്റെ ഉപജ്ഞാതാവ് ഞാനാണ്. എൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇത് പഠനം നടത്തുന്നത്. ബലിയാടും താങ്കളാണ്, അങ്ങനെ തന്നെ പറയാലോ. അത് ഉപജ്ഞാതാവാണ്, അതിൻ്റെ ബലിയാടുമാണ് അല്ലേ? ബലിയാട് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്ത ആ പ്രോഗ്രാം എന്ത് ചെയ്യേണ്ടതുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ചില അനുമതികൾ ലഭിക്കേണ്ടതുണ്ട്. കാരണം വ്യവസായ വകുപ്പ് അംഗീകരിച്ചു. അപ്പോഴാണ് തോട്ടഭൂമിയെ മറ്റൊരു പദ്ധതിക്ക് കൊടുക്കണമെങ്കിൽ അതിന് ചില ഇളവുകൾ അനുവദിക്കേണ്ടതുണ്ടെന്നുള്ളത്. അതായത് 15 ഏക്കറിന് കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, പുതിയ ഓർഡിനൻസ് വിടേണ്ടതുണ്ട്. രണ്ടാമത് ഇത് തോട്ടഭൂമിയാണ്. തോട്ടഭൂമിയെ തരംതിരിക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, റവന്യൂ വകുപ്പ് തയ്യാറാവുകയും തരംതിരിച്ചിട്ട് ഈ ഭൂമിയെ എന്ത് ചെയ്യണം, വ്യവസായ വകുപ്പിന് കൊടുക്കണം. അപ്പോഴാണ് വ്യവസായ വകുപ്പിന് അതിൽ അനുമതി തരാൻ കഴിയുള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബലിയാട് എന്ന് വേണമെങ്കിൽ അപ്പോൾ സലാം പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചെറിയ കുട്ടി പ്രസവിച്ച ഒരു കുട്ടിക്കൊക്കെ ഒരു വ്യവസായ പദ്ധതിയുടെ പ്രൊജക്റ്റ് കൊടുത്താൽ ഏകദേശം അവന് ഒരു പായൊക്കെ ചെന്ന് ഒരു 10-60 വയസ്സാകുമ്പോഴൊക്കെ സർക്കാരിൻ്റെ അപ്രൂവൽ കിട്ടും അല്ലേ? അങ്ങനെയാണോ? അത് ഒരുപാട് നൂലാമാർ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ നിങ്ങളുടെ കാര്യം ശരിക്കും പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇതിൽ ഓടുന്നതും നിങ്ങളതിന് കാണിച്ച താല്പര്യവും അതിൻ്റെ അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ തന്നെ കുറേയൊക്കെ എനിക്കറിയാം. അപ്പോൾ ഒരു വ്യവസായ സംരംഭകൻ എന്നുള്ളത്, പ്രത്യേകിച്ചും പ്രവാസി, ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. നിങ്ങളതിൻ്റെ പ്രൊജക്റ്റും പ്രപ്പോസലൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു പ്രവാസി ഇത്രയും മനോഹരമായിട്ട് കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ പഠിച്ച്, ഇവിടെ കിട്ടുന്ന റോ മെറ്റീരിയലിനെ കുറിച്ച് പഠിച്ച്, ഇവിടുത്തെ മറ്റ് സംരംഭത്തിനൊക്കെ കുറിച്ച് പഠിച്ചിട്ട് ഒരു നല്ലൊരു പ്രൊജക്റ്റായിരുന്നു അത്. പക്ഷെ ഇപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ദുരനുഭവങ്ങളാണ് അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നത്. ഇപ്പം എന്തായി എന്നുള്ളത് പുള്ളി അവസാനം പറയും. അങ്ങനെ ഞാൻ പി രാജീവ് സാറിനെ നേരിട്ട് കാണാൻ വേണ്ടി പോയി. 2 പ്രാവശ്യം ഞാൻ വ്യവസായ മന്ത്രിയെ കണ്ടു. വ്യവസായ വകുപ്പിൽ ഇൻഡസ്ട്രിയൽ ഡയറക്ടറേറ്റ് ഹരികിഷോർ IAS സാറായിട്ട് സംവദിച്ചു. അവരെല്ലാവരും ഈ പ്രോജക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അവരുടെ മുമ്പിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഭൂമി തരംതിരിക്കുകയും 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാനുള്ള അംഗീകാരം കിട്ടേണ്ടതുണ്ട്. അങ്ങനെ നിരന്തരമായി ഞാൻ സെക്രട്ടേറിയറ്റിൽ നടന്ന് അതിൻ്റെ ഫയൽ എന്ത് ചെയ്തു, റവന്യൂവിലേക്ക് പുട്ടപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ റവന്യൂ മന്ത്രിയെ കണ്ടു, റവന്യൂ മന്ത്രിയുടെ സെക്രട്ടറിയെ കണ്ടു, അഡീഷണൽ സെക്രട്ടറിയെ കണ്ടു. ഇവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു. അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എൻ്റെ ഫയൽ പെൻഡിങ് ആയി കിടക്കുന്നതിനെ പെട്ടെന്ന് തന്നെ റവന്യൂവിലേക്ക് കൈമാറാനും റവന്യൂ റിപ്പോർട്ട് നൽകാനും വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇടപെട്ടു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞ ജൂലൈ 20 എന്ത് ചെയ്തു, എൻ്റെ ഫയൽ ഫോർവേഡ് ചെയ്തു. ഈ ജൂലൈ 20 കഴിഞ്ഞ ജൂലൈ 20 2023 ജൂലൈ മാസം 20 അത് മുഖ്യമന്ത്രിയെ ഞാൻ ഈ വിഷയത്തിൽ അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത പരാതി അല്ലെങ്കിൽ അത് പുട്ടപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത അപേക്ഷ 6 മണിക്കൂർ കൊണ്ട് അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അരമണിക്കൂർ കൊണ്ട് അത് പിന്നെ ലാൻഡ് കമ്മീഷണറുടെ അടുത്തേക്ക് പോകുന്നു, കൗശിങ്കൻ IASൻ്റെ അടുത്തേക്ക്. അവിടെ നിന്നും അരമണിക്കൂർ കൊണ്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ അടുത്തെത്തുന്നു. അവിടെ നിന്നും 15 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ അടുത്തുനിന്ന് ADMൻ്റെ അടുത്തേക്ക് എത്തുന്നു. ADMൻ്റെ അടുത്തുനിന്ന് അരമണിക്കൂർ കൊണ്ട് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി കളക്ടർ അടുത്തേക്ക് എത്തുന്നു. ഡെപ്യൂട്ടി കളക്ടർ അടുത്ത് ജൂലൈ 20 എത്തിയ ഫയൽ ഇന്ന് നമ്മൾ എത്രാം തീയതി ഡേറ്റ്, ജൂലൈ 17 ഒരു വർഷമായിട്ട് നമ്മുടെ ഫയൽ കൈകാര്യം ചെയ്യുന്നത് കോഴിക്കോട് താലൂക്ക് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി കളക്ടറാണ്. അപ്പോൾ നേരത്തെ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ വ്യവസായ വകുപ്പിനെയോ മുഖ്യമന്ത്രിയെയോ കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം നമ്മൾ ആകാശത്തല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കുന്നത്, ഭൂമിയിലാണ് ഉണ്ടാക്കുന്നത്. ഭൂമി എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ്, വ്യവസായ വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലല്ല. അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കോർഡിനേഷൻ ചെയ്യാൻ വ്യവസായ വകുപ്പിന് കഴിയുന്നില്ല, ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്നത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, സാറിൻ്റെ ചോദ്യത്തിന്
മറുപടി തരാൻ. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എനിക്കൊരു അഭിപ്രായം കേട്ടോ, എങ്ങനെ ഒരു വ്യവസായം തുടങ്ങാതെ അതിനെ ചുവപ്പ് നാടിൽ കെട്ടിയിടാന്നുള്ളതിനെക്കുറിച്ച് ഒരു സെമിനാർ നടത്തുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ റവന്യൂ ഉദ്യോഗസ്ഥൻ നമുക്ക് വിളിച്ചാൽ അത് നന്നായിട്ട് അവതരിപ്പിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഒരുപാട് എൻ്റെ അനുഭവങ്ങൾ ഒരു വർഷമൊക്കെ ഒരു ഫയല് സർക്കാർ ഓഫീസ്, അത് വളരെ സർക്കാർ കേരള ഗവൺമെൻറ് വളരെ പ്രതീക്ഷയോടെ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകി. എനിക്കൊന്ന് 3 കോടി വരെ സബ്സിഡി കിട്ടും ആ പ്രൊജക്റ്റിനല്ലേ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി. ഇതൊക്കെ കൊടുത്തിട്ട് വലിയ പ്രതീക്ഷയെ കൊണ്ടുവന്ന തൊഴിലാളികൾ 500 ആളുകൾക്ക് തൊഴിൽ കൊടുക്കും. 250 കോടി രൂപയോളം നമുക്ക് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന പദ്ധതി. ആ ഒരു പദ്ധതി ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണവും അതിൻ്റെ റിപ്പോർട്ടും സമർപ്പിക്കാൻ 1 വർഷം എടുത്തു എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നാണക്കേടാണ്. ഗവൺമെൻറ്റിന് നാണക്കേട് എന്ന് പറഞ്ഞ് മാറി വരുന്ന ഗവൺമെൻറ് മാറിപ്പോവും. പക്ഷെ ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതമാണ് എല്ലാം അല്ല. ഒരുപാട് ആൾ ആത്മഹത്യ ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. എനിക്കതിൽ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരു 10ഓളം ഇൻവെസ്റ്റേഴ്സ് ഞങ്ങളുടെ ക്യാഷ് തിരിച്ചു തന്നേക്കും. കാരണം ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതിന് പ്രയാസം നേരിടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. കാരണം ഞാൻ ഭൂമി വാങ്ങിപ്പോയി. ഭൂമിയുടെ പദ്ധതിയാണെങ്കിൽ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തില്ല. എന്നാൽ ഗവൺമെൻറ്റിന് റിജക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ പ്രോജക്റ്റ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കോടതിയിൽ പോകാം. റിജക്റ്റ് ചെയ്യുന്നില്ല, മറിച്ച് ഇതിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്ഥലം MLA വിളിച്ചു. ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് ex-MLA ജോർജൻ തോമസ് സാറാണ്. വളരെ ആവേശത്തോടു കൂടി തിരുവമ്പാടി MLA, കാരണം ഇത് തിരുവമ്പാടി മണ്ഡലത്തിലാണ് വരുന്നത്. അദ്ദേഹം എന്നെ സൗദി അറേബ്യയിലേക്ക് വിളിച്ചിട്ടാണ് ഈ പദ്ധതി എന്ത് ചെയ്യുന്നത്, സ്ഥലം മുന്നോട്ട് കൊണ്ടുപോയിക്കോ, ഗവൺമെൻറ് എല്ലാവിധ സപ്പോർട്ട് തരും എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ തിരുവമ്പാടി MLA ബഹുമാനപ്പെട്ട ലിൻഡോ ജോസഫാണ്. ലിൻഡോ ജോസഫ് സാറിനെ ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടു. അപ്പം തന്നെ എന്നെ വിളിച്ചു. ആ ചെറുപ്പക്കാരനായ വളരെ ഊർജ്ജസ്വലനായ MLA അപ്പം തന്നെ വിളിച്ചിട്ട് ആരുടെ അടുത്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡെപ്യൂട്ടി കളക്ടർ പുരുഷോത്തമൻ സാറിൻ്റെ അടുത്താണ്. പുരുഷോത്തമൻ സാറിന് അപ്പം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എൻ്റെ മണ്ഡലത്തിൽ വരുന്ന ജബൽ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് മാർച്ച് 6-ാം തീയതി എങ്ങാണ്ടാണ്, ഈ മാർച്ച് 6-ാം തീയതി. അപ്പോൾ പറഞ്ഞു അതിൻ്റെ ജില്ലാതല മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, കളക്ടർ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്, ഉടനെ അതിൻ്റെ അടുത്ത മീറ്റിംഗ് കൂടിയിട്ട് തിരുവനന്തപുരത്തേക്ക് ഫയൽ അയക്കുമെന്ന് പറഞ്ഞു. ഈ പറയുന്നത് മാർച്ചിലെന്ന് മനസ്സിലാക്കണം. 14-ാം തീയതി ആ ഒരു മീറ്റിംഗ് കൂടി. കാരണം 14-ാം തീയതി ഇലക്ഷൻ്റെ ഡിക്ലറേഷൻ വരികയാണ്. 14-ാം തീയതി തന്നെ ജില്ലാ സമിതി മീറ്റിംഗ് ചേർന്നു. ആ മീറ്റിങ്ങിൽ ജില്ലാ കളക്ടർ, തഹസീൽദാർ, ഡെപ്യൂട്ടി കളക്ടർ, കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ, ഈ 4 പേര് മീറ്റിംഗ് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഫയൽ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടി കളക്ടർ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ MLA ഇതിനകത്ത് നമുക്ക് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥലം MLA ലിൻഡോ ജോസഫ് സാറ് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ex-MLA ജോർജൻ തോമസ് സാറ്, പിന്നെ നമ്മുടെ മന്ത്രി റിയാസ് സാറിൻ്റെ ഓഫീസിൽ നിന്നും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം നമ്മളിത് ടൂറിസം കൂടി ബന്ധപ്പെടുന്നത് കൊണ്ട് ഇത്രയും പ്രഗത്ഭരായ വ്യക്തികൾ കോർഡിനേറ്റ് ചെയ്തിട്ട് പോലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് 1 വർഷം എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എവിടെ കിടക്കുന്നു, വ്യവസായം എവിടെ കിടക്കുന്നു, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എവിടെ കിടക്കുന്നു? ഇതിന് മറുപടി പറയേണ്ടത് ഞാൻ സംരംഭകരോടാണ്. ഈ സംരംഭം കൊണ്ടുവന്ന ഇൻവെസ്റ്റേഴ്സിനോടാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ നിങ്ങളൊരു കുറ്റവാളിയാണ്. ഞാൻ കുറ്റവാളിയാണ്. ഞാൻ അവരെ മുമ്പിൽ ഫ്രോഡാണ്, ഞാൻ തട്ടിപ്പുകാരനാണ്, ഞാൻ പ്രതിയാണ്. അവരോട് ഒരു പ്രാവശ്യം പറയാൻ പറ്റും, രണ്ടാമത്തെ പ്രാവശ്യം പറയാൻ പറ്റും, അല്ലെങ്കിൽ 1 മാസം കൂടി വെയിറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. രണ്ടാമതും ചോദിക്കും, ഞാൻ ഇതേ മറുപടിയാണ് പറയുന്നത്. ഈ സാധനം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റെഡിയായി വരുന്നു. ഇപ്പം എന്താണ് അതിൻ്റെ അവസ്ഥ? ഇപ്പോൾ എല്ലാ ജില്ലാതല മീറ്റിംഗ് കഴിഞ്ഞു, റിപ്പോർട്ടെല്ലാം ക്ലിയർ ചെയ്ത് തിരുവനന്തപുരം ലാൻഡ് ബോർഡിലേക്ക് പോയി. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, പിന്നെ ഞാൻ തിരുവനന്തപുരം ലാൻഡ് ബോർഡായിട്ട് കോർഡിനേറ്റ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയെ കാണാൻ പറഞ്ഞു, കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാ ഇപ്പം തന്നെ ഞാൻ അയക്കാം കോഴിക്കോട് ജില്ലാ കളക്ടറോട് അവിടുത്തെ മിനിറ്റ്സും അന്നത്തെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സും നിങ്ങൾ ഈ ജിയോ പ്രകാരം കൊടുത്ത ചെക്ക് ലിസ്റ്റും റിപ്പോർട്ടും കൂടി എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്ത ഉടനെ ലാൻഡ് ബോർഡ് സെക്രട്ടറി സൈൻ ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് അയക്കും. അപ്പോൾ ഗവൺമെൻറ്റിൽ ഓൾറെഡി പാസ്സായി കിടക്കുന്ന വ്യവസായ വകുപ്പിലെ എൻ്റെ ഈ 20 ഏക്കറിൻ്റെ പദ്ധതിയും റവന്യൂ വകുപ്പിൽ നിന്നും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ സമിതി ചേർന്ന റിപ്പോർട്ടും കൂടി ക്ലംബ് ചെയ്തുകൊണ്ട് അതിൻ്റെ അംഗീകാരത്തിന് ഗവൺമെൻറ്റിലേക്ക് പോകും. ഇപ്പോൾ അവിടെ ഇതേപോലത്തെ കോഴിക്കോടുള്ളവരെ വല്ല ആശാമാരും അവിടെ ഇല്ല. കോഴിക്കോട് താലൂക്കിൻ്റെ മാതിരിയുള്ള ഇത്രയും സ്ലോ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ കണ്ടില്ല. കാരണം ഞാൻ ഈ ഭൂമി തോട്ടഭൂമി ആയതുകൊണ്ട് കോയപ്പത്തുടിക്കാരുടെ ഭൂമിയാണ് KM എസ്റ്റേറ്റ്.
അപ്പോൾ അവർക്ക് എന്തെങ്കിലും TLB കേസ് നിലവിലുണ്ടോ, മിച്ചഭൂമി കേസ് നിലവിലുണ്ടോ, 2-3 താലൂക്കിലാണ് വരുന്നത്. അതെ. അപ്പോൾ 3 താലൂക്കിലായിട്ട് ഇവർക്ക് ഭൂമിയുണ്ട്. അപ്പോൾ 2 താലൂക്ക് കിടക്കുന്ന പൊന്നാനി താലൂക്കും ഏറനാട് താലൂക്കും ഇത് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലാണ്, അല്ല മലപ്പുറം സിവിൽ സ്റ്റേഷനിലാണ് ഇതിൻ്റെ റീജിയണൽ ഓഫീസ് ഉള്ളത്. അപ്പോൾ ഞാൻ മലപ്പുറം റീജിയണൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. ഇവരെൻ്റെ ഒരു കത്ത് തന്നു, പൊന്നാനി താലൂക്കിൽ എന്തെങ്കിലും ഇവരുടെ ഏതെങ്കിലും ഭൂമിയിൽ മിച്ചഭൂമി കേസുണ്ടോ, ഉണ്ടെങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ ഭൂമിയായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ എസ്റ്റേറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ കൊടുക്കണം. ഞാൻ പൊന്നാനി താലൂക്കിൻ്റെ റീജിയണൽ മാനേജറുടെ അടുത്ത് പോകുന്നു, അവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു, അവർ കാണുന്നു. 3 ദിവസം കൊണ്ട് അവർ അതിൻ്റെ ഫയലുകളെല്ലാം തപ്പിയെടുത്തിട്ട് റിപ്പോർട്ട് തന്നു. 3 ദിവസം കൊണ്ട് പൊന്നാനി താലൂക്കിൻ്റെ. അത് കഴിഞ്ഞ് കൊടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് കോഴിക്കോട് താലൂക്ക് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറനാട് താലൂക്കിൻ്റെ വേണം. ഈ ഏറനാട് താലൂക്കിൻ്റെയും പൊന്നാനി താലൂക്കിൻ്റെയും വേണം എന്ന് ഒരൊറ്റ ലെറ്ററിൽ സബ്മിറ്റ് ചെയ്താൽ ഒരു യാത്രയിൽ തീരുന്ന കേസ് പിന്നെ വീണ്ടും 1 മാസം കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത് പിന്നെ ഏറനാട് താലൂക്കിൻ്റെ വേണം. അത് ഞാൻ പോയിട്ട് കോർഡിനേറ്റ് ചെയ്തു. നല്ലൊരു ഓഫീസർ അവിടെ ഇരിക്കുന്നു, ഞാൻ വിവരം പറയുന്നു. 4ാമത്തെ ദിവസം അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് തരുന്നു. പക്ഷേ 2 മാസം പോയോ? ഇത് നേരത്തെ കോഴിക്കോട് നിന്ന് വിവരം പറഞ്ഞാൽ ഇത് 4 ദിവസം മതി, അതിന് പകരം 2 മാസം. 3 വർഷം മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല, നമുക്കൊക്കെ പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അതിൻ്റെ സ്ഥാപകൻ എന്ന് ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട നിങ്ങളുടെ ആ സാധനം പോയില്ലേ? ഇപ്പോൾ വേറെ ആരൊക്കെ സംരംഭങ്ങളൊക്കെ വന്നു. ഇതിനു വേണ്ടി 20ഓളം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അതിനൊരു മറുപടി എനിക്ക് പറയാനുണ്ട് നാസർക്ക. കാരണം ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നപ്പം 25 ഏക്കർ അബദ്ധമാണെന്ന് ഇവർ മനസ്സിലാക്കി. കാരണം ഇവർ 2 കാര്യങ്ങളെ മറികടക്കേണ്ടത്, ഒന്ന് തോട്ടമായിരിക്കും, 2 15 ഏക്കറിൽ കൂടുതൽ. ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഈ ജിയോ അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് 10 ഏക്കറാക്കി ചുരുക്കി. 10 ഏക്കർ മതി എന്നിട്ട് പറഞ്ഞു പ്ലാന്റേഷൻ പറ്റില്ല എന്നും പറഞ്ഞു. അപ്പോൾ പുതിയ സംരംഭകർക്ക് ഈസിയായി, 10 ഏക്കർ മതി, കാരണം 25 ഏക്കർ തേടി നടക്കണ്ട. 2 തോട്ടഭൂമി പറ്റില്ല എന്ന് പറഞ്ഞു, തോട്ടഭൂമി എടുക്കുകയും വേണ്ട. ഇവർക്ക് എന്നിട്ട് ഓൺലൈൻ സംവിധാനമാക്കി. ഇത് കൊണ്ടുവന്ന ഞാൻ എന്നോട് 25 ഏക്കർ വേണമെന്ന് പറയുകയും ശരിയാക്കി തരാമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് എന്നെ അങ്ങ് സൈഡാക്കിയിട്ട് ഇവരെന്ത് ചെയ്തു, ഇതിനകത്തു നിന്നൊരു ആശയം പഠിച്ചിട്ട് ഈ ആശയത്തെ ഇംപ്ലിമെൻ്റ് ചെയ്തു. പക്ഷേ ഒരു കാര്യം അവിടെ സംഭവിച്ചു, എൻ്റേത് റിജക്റ്റ് ചെയ്യാതെ ആവശ്യമായ നടപടികൾ പൂർത്തീകരിക്കാൻ എന്ത് ചെയ്തു, വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും പിന്നെ ഇവരെല്ലാവരും ടോപ്പിലുള്ള എല്ലാവരും എന്ത് ചെയ്തു, പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു, റിജക്റ്റ് ചെയ്തില്ല. പക്ഷേ ഇത്തരത്തിലുള്ള റവന്യൂ ഓഫീസേഴ്സ് ഇരിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ഇൻ്റർവ്യൂ ഡെപ്യൂട്ടി കളക്ടറായിട്ട് നടത്തണമെന്നാണ്, ഇത് കളക്ടറുമായിട്ട് നടത്തണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് എല്ലാ മീഡിയകളും ഏറ്റെടുക്കണം, മുഖ്യധാര മീഡിയകൾ ഈ വിഷയം തീർച്ചയായിട്ടും. ഇത് ഒരു വ്യക്തിയുടെ, ഒരു അബ്ദുസലാമിൻ്റെ അല്ലെങ്കിൽ ഒരു ജബൽ ഗ്രൂപ്പിൻ്റെ മാത്രം വിഷയമല്ല. ഇതുപോലെ ചുവപ്പ് നാടയിൽ കെട്ടിക്കിടക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ, ഒരുപാട് ആളുകളുടെ ജീവിതം, അവരുടെ പ്രതീക്ഷയും അവരുടെ സ്വപ്നമാണ് ഇവർ കെട്ടിപ്പൂട്ടി കിടക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണം. അങ്ങനത്തെ ആളുകളുടെ പേരിൽ കടുത്ത നടപടിയെടുക്കാൻ തയ്യാറാകണം. എനിക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് പറയാനുള്ളത്, കോഴിക്കോട് താലൂക്കിലാണ് ഈ ഭൂമി വരുന്നത്. കോഴിക്കോട് താലൂക്കിൽ വരുന്ന ഭൂമി എന്ന് പറയുന്നത് കോഴിക്കോട് താലൂക്ക് ഡെപ്യൂട്ടി കളക്ടറുടെ കീഴിലാണ്. അപ്പോൾ ഈ കോഴിക്കോട് താലൂക്കിലെ ഈ പറയുന്ന പ്രപ്പോസ്ഡ് ലാൻഡിൽ TLB കേസ് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ടത് ഇതാണ്. ഡെപ്യൂട്ടി കളക്ടർ ഇരിക്കുന്ന ടേബിൾ, ഓക്കെ, റൂം, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ഉദ്യോഗസ്ഥനിരിക്കുന്നത്. ഏത് TLB കേസ് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ട ആൾ ഇരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്തെ ഓഫീസിലാണ്. ഞാൻ 3 ദിവസം കൊണ്ട് മലപ്പുറം ഏറനാട് താലൂക്കിൽ നിന്നും പൊന്നാനി താലൂക്കിൽ നിന്നും എടുത്ത റിപ്പോർട്ട് 3 മാസം കൊണ്ടും ഡെപ്യൂട്ടി കളക്ടർക്ക് അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥനിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നാസർക്ക് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് നിങ്ങളെ അനുഭവം വെച്ചുകൊണ്ട് കേരളത്തിലെ സംരംഭം വളരെ ചുരുക്കിയിട്ട് പറയാൻ? ഒന്ന് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഇൻവെസ്റ്റേഴ്സിനോടാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം, നിങ്ങളുടെ പണം സുരക്ഷിതമാണ്, ഒരു തട്ടിപ്പും നടന്നിട്ടില്ല, 20 ഏക്കർ ഭൂമി എൻ്റെ പേരിലാണ്, അതുള്ളത് അവിടെ തന്നെയുണ്ട്, നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമാണ്. 2, ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം ഒരിക്കലും എൻ്റെ കോർഡിനേഷൻ ലാഗിങ് ആയിരുന്നില്ല, മറിച്ച് അത് വ്യവസായ വകുപ്പിൽ നിന്നും റവന്യൂ വകുപ്പിൽ നിന്നുമുള്ള അവരുടെ ഡിലേ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും സമയം എന്നോട് ഇത്രയും കാലം ഈ പദ്ധതി വരട്ടെ, കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നതാണ്, നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമാണ് എന്ന രീതിയിൽ സഹകരിച്ച് നിന്ന നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ 2-3 മാസം കൂടി സഹകരിക്കുക. ഇതിനിടയിൽ
ഗവൺമെൻറ്റിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് തീർച്ചയായിട്ടും വ്യവസായ മന്ത്രിയും റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ കണ്ടു തുറക്കും, അവർ ഇടപെടും. ആ ഇടപെടാൻ വേണ്ടിയിട്ട് നാസർഖാനെ പോലത്തെ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ, ഓൺലൈൻ ടി വികൾ, മുഖ്യധാര മാധ്യമങ്ങളിലേക്കൊക്കെ അതിൻ്റെ ശ്രദ്ധ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു ചർച്ച കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് എനിക്ക്. കാരണം ഒരു പ്രവാസി ഇങ്ങനെ അനുഭവിക്കരുത്. എനിക്ക് ടെലിഫോൺ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ എന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിഷയം എന്താണ് എന്ന് എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിക്കുന്നു. നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോൾ ഭൂമി അവിടെയുണ്ട്. പിന്നെ ഞാനൊരു തട്ടിപ്പ് നടത്തിയിട്ടില്ല, എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ ഈ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അന്യൻ്റെ വേർപ്പല്ലേ പ്രവാസി. ഈ മണലാരുണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസ ഇങ്ങനൊരു പദ്ധതിയിൽ കുരുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അവർ സഹിക്കില്ല. നമുക്കൊരു പുതിയ പദ്ധതി കൊണ്ടുവരാനും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മീഡിയ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് ഏതറ്റം വരെയും പോകാൻ നിങ്ങൾ തയ്യാറാവണം. ഞാനും കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും. പിന്നെ ബന്ധപ്പെട്ട അധികൃതരുടെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് കോഴിക്കോട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പറയാനുള്ളത്, ഒരു ഇസ്ലാമിനെ പോലെ ഒരുപാട് നിക്ഷേപകർ ഇതുപോലെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പലരും ചിലപ്പോൾ പല ആളുകളടുത്ത് നിക്ഷേപം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. പക്ഷെ അതിങ്ങനെ വെച്ച് നീട്ടി പോകുമ്പോൾ അവർക്ക് ഒരുപാട് ആളോട് മറുപടി പറയണം. അപ്പോൾ ഇത് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണം, അവരെ ശ്രദ്ധയിൽ വേണം. ഇതെല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്നുകൂടെ അറിയിക്കണം.